ഹായ് ഹലോ നമസ്കാരം. അമൃതാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നല്ലൊരു ഉള്ളിവടയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. പുറത്ത് നല്ല മഴ പെയ്യാണ് കേട്ടോ. ആ മഴയത്ത് ഈ ഉള്ളിവട ഉണ്ടാക്കി കട്ടൻ ചായ ഇട്ട് കുടിക്കാൻ എന്താ രസമല്ലേ. ഞാനൊരു 6 മീഡിയം സവാള എടുത്തിട്ട് ഇതുപോലെ ചെറിയ സ്ലൈസാക്കി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം സ്ലൈസ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി സവാളയിൽ ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഞെരടി ആ നീരൊക്കെ, സവാളയുടെ നീരൊക്കെ പുറത്ത് വരുന്ന രീതിക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഞെരടി കൊടുക്കണം. നന്നായിട്ട് ഞെരടി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, വെള്ളമായിട്ട് വരുന്നുണ്ട്. കണ്ടോ, കയ്യിലൊക്കെ വെള്ളമായിട്ടുണ്ട്. അതേപോലെ തന്നെ പാത്രത്തിലും നമ്മൾ ഞെരടിയതിൻ്റെ വെള്ളം കുറച്ചങ്ങ് കാണുന്നുണ്ട്. ഇനിയും വെള്ളം ഇറങ്ങി വരാനുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് മാറ്റി വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ തുറന്ന് നോക്കുവാണ്. കണ്ടോ, വെള്ളം പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഇറ്റിറ്റ് വരുവാണ്. അപ്പോൾ അത്രയും വെള്ളം അതിനകത്തുനിന്ന് വരുന്നുണ്ട്. നമുക്കിനി വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, അതിലേക്ക് ചെറുതായിട്ട് നുറുക്കിയ ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലേവറാണ് കറിവേപ്പില ചേർത്താൽ. പിന്നെ ഈ വടയിലേക്ക് ഞാൻ മൈദയൊന്നും ചേർക്കുന്നില്ല, പകരം കടലമാവും അരിപ്പൊടിയുമാണ് ചേർക്കുന്നത്. കടലമാവ് എത്രയാണ് ഇപ്പോൾ ചേർക്കുന്നതെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം ഉള്ളിയുടെ ഈർപ്പം അനുസരിച്ച് വേണം നമുക്ക് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഞാൻ കടലമാവ് ഇപ്പോൾ ചേർക്കുന്നു. അതുപോലെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇത് വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം. കുറച്ച് വെള്ളം കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഒരുപാട് വേണ്ട, അതിൻ്റെ ക്രിസ്മസ് കാരണം അതിന് അത്യാവശ്യം ചേർത്താൽ മതി. കടലമാവ് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിതാ പിന്നെയും ചേർക്കുന്നുണ്ട് പൊടികൾ. എന്നിട്ട് വീണ്ടും ഞാൻ കുഴച്ച് നോക്കുവാണ്. ഇതിലേക്ക് നമ്മൾ കടലമാവും അരിപ്പൊടിയും ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ ഇതിലേക്ക്. ഞാനിതാ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അവസാനം എത്രയാണ് ചേർത്തതെന്ന് പറയാം. ഇതാ കണ്ടില്ലേ, ഇപ്പം നല്ല ടെക്സ്ചറായിട്ടുണ്ട്. ഞാൻ ഇതുവരെ 6 ടേബിൾ സ്പൂൺ കടലമാവും 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തത്. ഇനി നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടാവട്ടെ. എണ്ണ നന്നായി ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം മാത്രമേ വട ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഉള്ളു വേകാതെ ഇരിക്കും. ഞാനിതാ കുറച്ച് കയ്യിൽ വെളിച്ചെണ്ണ തൂത്തിട്ട് വട എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3 വട വീതം ഒരു പ്രാവശ്യത്തേക്ക് ഇട്ടിട്ട് മൊരിച്ചെടുക്കാം. ഒരു 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. അടി വെന്ത് കാണും. നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 1 മിനിറ്റും കൂടെ ആകുമ്പോഴത്തേക്കും വട നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് പുറവും അകം നല്ല വെന്തിട്ടും ഉണ്ടാവും. എണ്ണയിൽ ഈ പതയൊക്കെ ഒന്ന് അടങ്ങിയതിന് ശേഷം നല്ല ബ്രൗൺ കളറായി ഇതാ വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിവട. പുറത്തേക്ക് എടുക്കാം. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്ത ബാച്ച് കൂടെ നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് സവോള എപ്പോഴും വീട്ടിലുള്ളതാണല്ലോ, അത് വെച്ചിട്ട് അടിപൊളിയായിട്ട് നല്ലൊരു ചായക്കടി ഉണ്ടാക്കിയെടുക്കാം. അടുത്ത ബാച്ചും ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, എത്ര എളുപ്പമാണ് നമ്മൾ ഈ ഉള്ളിവട ഉണ്ടാക്കിയെടുത്തത്. വൈകുന്നേരത്തെ ചായക്കും കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ പലഹാരമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി ഇതേപോലെ എളുപ്പത്തിലുള്ള ഒരു വിഭവമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.